ഹായ്, ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 37-38 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു. അവൻ എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവ് മലയിൽ വിശ്രമിച്ചു. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ ദേവാലയത്തിൽ അതിരാവിലെ അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഈ ഒരു തിരുവചനം വായിക്കുമ്പോൾ ആ 38 വചനം, ജനം മുഴുവൻ അതിരാവിലെ അവൻ്റെ അടുത്ത് വന്നിരുന്നു അവനെ കേൾക്കാൻ വേണ്ടി, ഈശോയെ കേൾക്കാൻ വേണ്ടി. ആ ഒരു തിരുവചനമാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. അന്ന് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, അന്ന് ഈശോ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇല്ലെങ്കിലും ഈശോ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെല്ലാം ഇന്ന് ബൈബിളിൽ ചേർക്കണമെങ്കിൽ ഈ ബൈബിൾ പോരാ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ നമ്മളും ഭാഗ്യമുള്ളവരാ. നമ്മൾ ഈശോയുടെ ആ വചനങ്ങൾ, ആ ബൈബിള് നമുക്ക് കിട്ടി, നമുക്ക് വായിക്കുവാൻ, നമുക്കത് ധ്യാനിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്കും ഒരവസരം കിട്ടി. അതിരാവിലെ ജനം മുഴുവൻ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ദേവാലയത്തിൽ ചെന്നു, അവൻ്റെ അടുത്ത് ചെന്നിരുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മളും വചനം വായിക്കുമ്പോൾ ഈശോയുടെ അടുത്തിരുന്ന് വായിക്കുന്നതായിട്ട് നമുക്കും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ഈശോയുടെ ആ വചനം നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ അടുത്തിരുന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ, ഈശോയെ നിൻ്റെ അടുത്തിരുന്നാണ് ഞാൻ വായിക്കുന്നതെന്ന് പറയാനായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട്, ഈശോയെ നിൻ്റെ വചനം അതെത്രമാത്രം എനിക്ക് ശക്തി നൽകുന്നതാണ്, എനിക്ക് ഊർജ്ജമേകുന്നതാണ് നിൻ്റെ ആ വചനം. ആ ഒരു വചനത്തെ ധ്യാനിക്കുവാനും ആ ഒരു വചനത്തെ സ്നേഹിക്കുവാനും ഒക്കെ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രൈസ് ഗോഡ്.